ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമന ഒഴിവുകൾ അറിയിച്ച് കമ്പനി അപേക്ഷ ക്ഷണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ ഇലോൺ മസ്ക് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് 13 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുമെന്ന് മുൻപ് നിരവധി തവണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പലവിധ തടസ്സങ്ങൾ. വിദേശ നിർമ്മിത ആഡംബര ഇലക്ട്രിക് വാഹനത്തിന് ഇന്ത്യയിലുള്ള ഉയർന്ന കസ്റ്റംസ് തീരുവയായിരുന്നു പ്രധാന തടസ്സം. ഇന്ത്യൻ അധികൃതരുമായി ടെസ്ല കമ്പനി മേധാവികൾ നടത്തിയ ചർച്ചകളും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെയാണ് തസ്തികകളിലേക്ക് ടെസ്ല അപേക്ഷ ക്ഷണിച്ചത്. 110% ഉണ്ടായിരുന്ന കസ്റ്റംസ് തീരുവ 70% കുറച്ചതും നിർണായകമായി. ലിങ്ക്ഡിൻ പേജിലൂടെയാണ് ടെസ്ല നിയമന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഡൽഹിയിലും മുംബൈയിലും 13 തസ്തികകളിലേക്കാണ് നിയമനം. ടെക്നീഷ്യൻ, സ്റ്റോർ മാനേജർ, സെയിൽസ് എന്നിവയുൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാൻ പദ്ധതിയിടുന്നതിന്റെ മുന്നൊരുക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് 24.